ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ BGC 104 ഡോക്ടർ ഫോസ്റ്റസിന്റെ യൂണിറ്റ് 10 കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ബ്ലോക്കിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരേ ഒരു കാര്യം ഡോക്ടർ ഫോസ്റ്റസിന്റെ കഥ മാത്രമാണ്. എങ്കിലും നമുക്ക് യൂണിറ്റ് 11ഉം യൂണിറ്റ് 12ഉം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പറയുന്ന കാര്യം മാത്രം ഒന്ന് കേട്ട് വെച്ചാലും മതിയാവും. കാരണം ജസ്റ്റ് ആ ഒരു കഥ അറിയാമെങ്കിൽ ബാക്കി നമുക്ക് ഇത് വായിക്കാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ യൂണിറ്റ് 11ന്റെ പേര് തീംസ് ആണ്. എന്തിന്റെ തീംസ് ആണ്? ഡോക്ടർ ഫോസ്റ്റസ് എന്ന കഥയിൽ ഉള്ള തീമുകളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ തീമുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടന്റ് ആണ്, എന്തൊക്കെ കാര്യങ്ങൾ പോയിന്റ് വൈസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തീം ഓഫ് സിൻ ആൻഡ് റിഡംഷൻ ആണ് ഇതിൽ നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. സിൻ ആൻഡ് റിഡംഷൻ എന്ന് പറയുമ്പോൾ പാപം, വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ്, ഇതിനെയൊക്കെയാണ് തീം ഓഫ് പാപം അത് പറയുന്നുണ്ടല്ലോ. എന്താണ് പാപവും വീണ്ടെടുപ്പ്? ഡോക്ടർ ഫോസ്റ്റസ് ടേക്സ് എ സിൻഫുൾ ഡിസിഷൻ ടു ഹാവ് എ ബോണ്ട്ലെസ് പവർ. അദ്ദേഹം ഒരു പാപം ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഫോസ്റ്റസ് ചെയ്യുന്ന പാപം എന്താണ്? തനിക്ക് എല്ലാവരെക്കാളും സുപ്പീരിയർ ആവണമെന്ന് ഡോക്ടർ ഫോസ്റ്റസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തിന്റെ പാതയിൽ നിന്ന് മാറി ചെകുത്താന്റെ കസ്റ്റഡിയിലോട്ട് അങ്ങോട്ട് ചെന്ന് വലിഞ്ഞു കയറുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതാണ് ഡോക്ടർ ഫോസ്റ്റസ് ചെയ്ത ഒരു പാപം. ആ ഒരു പാപം മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നുള്ളൂ. ലാസ്റ്റ് റിഡംഷൻ അല്ലെങ്കിൽ ആ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? ആ ഒരു 24 വർഷം കഴിഞ്ഞ് ലാസ്റ്റ് സമയത്ത് ഡോക്ടർ ഫോസ്റ്റസ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് താൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും താൻ ചെയ്ത പാപത്തിനെ കുറിച്ചൊക്കെ ഡോക്ടർ ഫോസ്റ്റസ് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് പവർ, എഫക്ട്സ് ഓഫ് പവറിനെ കുറിച്ച്. അതൊരു തീമാണ് അല്ലേ. ദൈവത്തിന്റെ ശക്തിയും ചെകുത്താന്റെ ശക്തിനെ കുറിച്ച്. ഇപ്പോൾ 2 തരത്തിലുള്ള പവർ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ദൈവം എന്താണ്, നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷെ നല്ല ഒരു അനുഗ്രഹമല്ല, നമുക്ക് പെട്ടെന്ന് എല്ലാവരെക്കാളും വളരണം, അല്ലെങ്കിൽ എല്ലാവരെക്കാളും മുന്നിലെത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ഒരു അസൂയ കൊണ്ട് പ്രവർത്തിച്ചാല് നമുക്ക് പവർ കിട്ടും. ചെകുത്താന്റെ പവർ ആണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു സമാധാനപരമായിട്ട് മരിക്കാനായിട്ട് പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന വിജയങ്ങളിൽ നമുക്ക് നല്ലൊരു ജീവിതം പിന്നെ കിട്ടില്ല. മേ ബി ഡോക്ടർ ഫോസ്റ്റസ് ഇനിയും ഒരുപാട് നാള് ജീവിച്ചിരിക്കേണ്ട ഒരാളായിരിക്കും അല്ലേ. ഇനിയും ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ചെകുത്താന്റെ കസ്റ്റഡിയിൽ ചെകുത്താന്റെ പവർ വേണമെന്ന് ആഗ്രഹിച്ച് 24 വർഷത്തിനുള്ളിൽ മരണത്തിലേക്ക് കീഴടങ്ങി പോകുന്ന ഒരു മനുഷ്യനെ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്നോളജി വിസസ് വിസ്ഡം എന്നുള്ള ഒരു തിയറി കൊടുത്തിട്ടുണ്ട്. അവിടെ ക്നോളജി വിസസ് വിസ്ഡം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്നുള്ള തീം അതിൽ വരുന്നുണ്ട്. കാരണം ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോഴേ ഡോക്ടർ ഫോസ്റ്റസിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കതിൽ വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഡോക്ടർ ഫോസ്റ്റസ് ഒരു യങ് ആയിട്ടുള്ള ഡോക്ടറാണ്, ഒരുപാട് നോളജ് ഉണ്ട്. അവിടെ ആ ഒരു സ്ഥലത്ത്, ആ ഒരു സിറ്റിയിൽ ഇൻക്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള മരുന്ന് കണ്ടെത്താത്ത അസുഖമായ പ്ലാഗ് പോലുള്ള ഏറ്റവും വലിയ സ്പ്രെഡിങ് ഡിസീസസിന് പോലും മരുന്ന് കണ്ടെത്തി ആ ഒരു സിറ്റിയിലെ എല്ലാ മനുഷ്യരെയും ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഫോസ്റ്റസ്. പക്ഷെ അത്രയും അറിവുജ്ഞാനവും അല്ലെങ്കിൽ അത്രയും വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ചെകുത്താന്റെ കസ്റ്റഡിയിലോട്ട് പോകുന്നുണ്ട് അല്ലെ. അവിടെയാണ് പറയുന്നത്, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് വിദ്യാഭ്യാസവും വിവരവും രണ്ടാണെന്ന്. ചില മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഒരുപാട് കൂടുതലായിരിക്കും, പക്ഷെ അവർക്ക് വിവരം ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും, പക്ഷെ അവർക്ക് നല്ല രീതിയിൽ ലോക പരിജ്ഞാനവും നല്ല അറിവും ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഡിസിഷൻ അവർക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. പക്ഷെ ഡോക്ടർ ഫോസ്റ്റസ് ഒരുപാട് നോളജ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ പ്ലാഗ് പോലുള്ള ഒരു അസുഖത്തിന് മരുന്ന് കണ്ടെത്തി ആളുകളെ ശുശ്രൂഷിച്ച് ചികിത്സിച്ച് ഭേദമാക്കി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പൊ എത്ര ആൾക്കാരുടെ അനുഗ്രഹമാണ് അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ തൻ്റെ അറിവും തനിക്ക് കിട്ടിയ ബുദ്ധിയും വിവരവും എല്ലാം നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കാതെ നേരെ ചെകുത്താന്റെ കസ്റ്റഡിയിലോട്ട് പോകുന്നുണ്ട്. അതൊരു തീമാണ്. എന്താണ്? ക്നോളജ് വിസ്ഡം.
പിന്നെ പറഞ്ഞിട്ടുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ബീയിങ് എ ഹ്യൂമൺ എന്നുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്, ഒരു മനുഷ്യനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഈ ഒരു ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്ട്രാ പവർ ഒന്നും ഉണ്ടാവില്ല, അല്ലേ? എന്താണ്, നമുക്ക് പറക്കണം, നമ്മൾ ചിലപ്പോൾ കരുതുന്നത് നമുക്ക് പക്ഷികളെ പോലെ പറന്ന് നടക്കണം, അല്ലേ? അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ അതൊക്കെ നമ്മളുടെ ലോകത്ത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കാലുകൊണ്ട് നടക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിലൂടെ നടക്കാനായിട്ടാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് മറ്റുള്ളവരെ കാണും ഒരുപാട് പവർ ഉണ്ടാവണം, ലോകത്തിൽ ആർക്കും ഇല്ലാത്ത പവർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറൊരാളുടെ വിജയത്തിൽ കണ്ട് നമ്മൾ അസൂയക്കപ്പെട്ടാൽ നമ്മൾ എന്തായാലും ചെകുത്താൻ്റെ കസ്റ്റഡിയിലോട്ട് തന്നെ പോകും. നമ്മൾ ജീവിക്കുന്ന ഓരോ വർഷവും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് നെഗറ്റീവ് ഉള്ള ആളുകളെ നമ്മൾ മേ ബി കാണേണ്ടി വരും, അല്ലേ? ഇപ്പോൾ നമ്മളുടെ കേരളത്തിലാണെങ്കിൽ പോലും ബ്ലാക്ക് മാജിക് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചില കുട്ടികളെയൊക്കെ അത്യാവശ്യം ഇതിനെക്കുറിച്ച് അറിവൊന്നും ഇല്ലാത്തവരെയൊക്കെ പെട്ടെന്ന് ഈ ഒരു ബ്ലാക്ക് മാജിക്കിലോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. കാരണം ഈ ബ്ലാക്ക് മാജിക്കിനോട്ടുള്ള അകത്തുള്ള ആൾക്കാർ ഈ സാധാരണപ്പെട്ട കുട്ടികളുടെ അടുത്ത് എന്തായിരിക്കും പറയുക, നീ ഞങ്ങളുടെ കൂടെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് പവേഴ്സ് കിട്ടും, അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ കാണും സുപ്പീരിയർ ആവാൻ പറ്റും, അല്ലേ? എന്നൊക്കെ പറഞ്ഞ് ഈ സ്കൂൾ കുട്ടികളെയൊക്കെ മേ ബി കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല, പോകുന്നവർ കരുതുന്നില്ല നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം ഒരു ഇത്തിരി നേരത്തെ ആശ്വാസമാണ്, കുറച്ച് വർഷത്തെ ആശ്വാസമേ നമുക്കുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നാളെ കിട്ടത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഈ ലോകം വിട്ട് ഇങ്ങോട്ടാണ് പരലോകത്തോട്ട് പോകേണ്ടി വരുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ നമ്മൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് ജീവിക്കുക എന്നാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 12 പോയാൽ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓർ റീടെല്ലിങ്സ്, അത് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് ദിസ് ഷോസ് ദ ഡബിൾ മൈൻഡ്നെസ് ഓഫ് ഫോസ്റ്റേഴ്സ്. His deep despair and dejection make him human. Despite his serious shortcomings, he wins sympathy of the readers. ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ആരുടെ അടുത്ത്, സ്കോളേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ചെകുത്താൻ്റെ കസ്റ്റഡിയിൽ ചെന്ന് ചാടിക്കൊടുത്തയാണ്, നിങ്ങൾ ദൂരത്തുള്ള കസ്റ്റഡിയിലൊന്നും പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ദൈവത്തിനോട് വിളിച്ച് യാചിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ പുലരി അവസാനിക്കാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് നാൾ ജീവിക്കാമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിലൂടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മേ ബി ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരു ഇത് തോന്നിയേക്കാം, അല്ലേ? അയ്യോ, ഇനി ദൈവം ഇദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയേക്കാം റീഡേഴ്സിന്. പക്ഷെ അത് ഒരുപാട് നാൾ കഴിഞ്ഞു. 24 വർഷവും അദ്ദേഹം ദൈവവിളി കേൾക്കാതെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. അത്രയും നാൾ പ്രവർത്തിച്ചിട്ട് ഇനി ലാസ്റ്റ് ആ ഒരു മൊമെന്റിൽ ഇനി ഞാൻ ദൈവത്തിനെ വിളിക്കണം, ദൈവം എന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഇതിലൂടെ നമുക്കൊരു സോഷ്യൽ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഡ്രാമാറ്റിസ്റ്റ് നമുക്ക് തരുന്നത് അതാണ്. നമ്മൾ തെറ്റുകൾ ഒരുപാട് മേ ബി നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കാം, അല്ലേ? തെറ്റുകൾ ചെയ്ത് എല്ലാ മനുഷ്യർക്കും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് തെറ്റുകൾ മേ ബി നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ഒരു മനുഷ്യനെ ഒരുപാട് ദ്രോഹിച്ചു കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരു ശിക്ഷ കിട്ടുന്ന സമയത്ത് അയ്യോ ഇനി എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ ഈ ക്രിമിനൽസ് ഒക്കെ അറസ്റ്റിലാവാറുണ്ടല്ലോ. ഒരു മനുഷ്യനെ, ഒന്നും അറിയാത്ത ഒരു പാപപ്പെട്ട ഒരു മനുഷ്യനെ ഒരാൾ മനഃപൂർവ്വം ഒരു ഗുണ്ടാ സംഘത്തിലെ ഒരു ഗുണ്ട പോയി കുത്തിക്കൊല്ലുകയാണ്. ഒരു മനുഷ്യൻ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു ശിക്ഷ ലഭിക്കുകയാണ്, തൂക്കിക്കൊല്ലാനായിട്ടുള്ള ശിക്ഷ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഇയാൾ പറയുകയാണ്, അയ്യോ എന്നെ തൂക്കിക്കൊല്ലരുതേ, ഞാൻ ചെയ്തു പോയത് തെറ്റായിരുന്നു എന്ന്. അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അത് ഒരുപാട് ലേറ്റായി പോയി, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ആലോചിക്കണം. ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആലോചിക്കണം, അയ്യോ ഞാനത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ആലോചിക്കണം. അല്ലാതെ എല്ലാം ഉണ്ടാക്കി നമുക്ക് 24 വർഷം കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അയണി ആൻഡ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ക്യാരക്ടർ. ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ ക്യാരക്ടറിൽ നമുക്ക് കാണാവുന്ന ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ജീവിതത്തിൽ അദ്ദേഹം സുപ്രീം ആവണം, മറ്റുള്ളവരെ കാണും, മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത കഴിവുകൾ തനിക്ക് ഉണ്ടാവണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, അല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം പോയതിനുള്ള റീസൺ അതാണ്.
പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എൻഡിങ് ഓഫ് ദ പ്ലേ. എൻഡിങ് ഓഫ് ദ പ്ലേ എന്താണ്? അത്രയും നാള് ജീവിച്ച് 24 വർഷം ദൈവത്തിനെതിരായിട്ട് ജീവിച്ചിട്ട് ലാസ്റ്റ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷെ സമയം താമസിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ഡെവില് വന്നു, അല്ലെങ്കിൽ ലൂസിഫർ വന്ന് അദ്ദേഹത്തിന് പീസസ് ആയിട്ട് മുറിച്ച് അദ്ദേഹത്തിന്റെ സോള് ഹെല്ലിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്റ്റോറി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോറി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 യൂണിറ്റും പിന്നെ വായിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. സ്റ്റോറിയിലെ ലൈൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ കഥ മാത്രം പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് കഴിയുകയാണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള ക്രിസ്റ്റഫർ മാർലോവിന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നുള്ള കഥ അവസാനിക്കുകയാണ്. എന്താണ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോക്കുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.